നിങ്ങളുടെ ജീവിതത്തിൽ പഞ്ചക്ഷതങ്ങളുണ്ടോ? യേശുവിൻ്റെ 5 തിരുമുറിവുകൾ, 2 കൈകളിലും കാലുകളിലും ഹൃദയത്തിലും. നിങ്ങൾക്ക് പഞ്ചക്ഷതമുണ്ടോ? നിങ്ങൾക്ക് പഞ്ചക്ഷതമുണ്ടാകണം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും പഞ്ചക്ഷതമുണ്ടാകണം. അതിലൂടെ യേശുവിൻ്റെ സുഗന്ധം പരത്താൻ കഴിയണം. ഹല്ലേലൂയ. യേശു ഉത്ഥിതനായപ്പോഴും ഈ പഞ്ചക്ഷതങ്ങൾ മായാതെ നിന്നു. ഹല്ലേലൂയ. തോമസേ, നിൻ്റെ കൈവിടെ കൊണ്ടുവരൂ, എൻ്റെ വിലാവിൽ ഇട്ടുകൊള്ളൂ. കൈകളിലെ ആണിപ്പഴുതുകൾ കാണുക, നിൻ്റെ വിരൽ കിടത്തുക. ഹല്ലേലൂയ. ഈ പഞ്ചക്ഷതം ഒരു ക്രിസ്ത്യാനിക്ക് വേണം, എങ്കിലേ അവൻ ക്രിസ്തുവായി മാറൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പഞ്ചക്ഷതമുള്ള ഫ്രാൻസിസ് അസീസി മനസ്സിലായ സുഗന്ധം പരത്തി മറ്റൊരു ക്രിസ്തുവായി മാറി. പാദ്രി പിയോ ആദ്യകാലങ്ങളിൽ ആശ്രമത്തിലുണ്ടായിരുന്നവർക്ക് പോലും അസ്വസ്ഥത ഉളവാക്കിയിരുന്നു പഞ്ചക്ഷതങ്ങളിലുള്ള സ്മെല്ല്. വീണ്ടും അത് മരിക്കാറായപ്പോഴേക്കും സുഗന്ധമായി മാറി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പഞ്ചക്ഷതങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ഹൃദയത്തിൽ ഒരു മുറിവ്, കൈകളിൽ അധ്വാനിച്ചതിൻ്റെ മുറിവ്, കാലുകളിൽ അവന് വേണ്ടി നടന്നതിൻ്റെ മുറിവ്, ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെ നിറവ് പകർന്നു കൊടുത്തതുകൊണ്ട് ഹൃദയം കുത്തിപ്പിളർന്നതിൻ്റെ മുറിവ്. അതാണ് പഞ്ചക്ഷതം.